വയനാട് നെന്മേനിയിലേക്ക് തന്നെ പോകുന്നു. അവിടെ പുളിഞ്ചാലിൽ വന്യജീവി ആക്രമണമാണ്. 9 മാസം പ്രായമുള്ള പശുക്കുട്ടിയെ ആക്രമിച്ചു എന്നതാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ വെച്ചാൽ സുർജിത്ത്, ഈ പുളിഞ്ചാൽ എന്ന് പറയുന്നത് ഈ വന്യജീവി ശല്യമുള്ള മേഖല തന്നെയാണോ? ഇത് ഈ ചീരാൽ പ്രദേശത്തിന്റെ ഭാഗമായുള്ള സ്ഥലം തന്നെയാണ്. നിരന്തരം കഴിഞ്ഞ മാസങ്ങളിലായി ചീരാൽ എന്നുള്ള ആ ഒരു ഭൂപ്രദേശത്തെ വന്യജീവി ശല്യത്താൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ ആണ് ഇപ്പോൾ വീണ്ടും അത് പുലിയാണോ കടുവയാണോ എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയ ശേഷം മാത്രമേ അതിന് സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ചീരാലിൽ നേരത്തെ പുലി, കരടി അങ്ങനെ നിരന്തരം വാർത്തകൾ നിറഞ്ഞ ഒരു പ്രദേശമായി മാറുകയാണ് ചീരാൽ എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് ഈ നെന്മേനിയിലെ ഈ സ്ഥലത്ത് പുളിഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പശുക്കിടാവിനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാടന്തൊടി സെയ്തലവിയുടെ പശുക്കുട്ടിയെയാണ് ആക്രമിച്ചത്. 9 മാസം പ്രായമുള്ള പശുക്കുട്ടിയാണിത്. 2 കിടാരികളെ കെട്ടിയിരുന്നു. ഇവർ രാവിലെ പാല് കറക്കാൻ വേണ്ടി എഴുന്നേറ്റതാണെന്നാണ് പറയുന്നത്. അതിനുശേഷം പാല് കറന്നു, പാൽ നൽകി, അതിനുശേഷം തിരിച്ചെത്തി തൊഴുത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ ഒരു പശുക്കുട്ടിയുടെ ജഡം കാണുന്നത്. അത് പാതി തിന്ന നിലയിലാണ്. അത് കടുവയാണോ പുലിയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മേപ്പാടിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതായത് 40 കിലോമീറ്റർ അകലെ അതിർത്തി പ്രദേശത്തുള്ള അതിർത്തി പഞ്ചായത്താണിത് നെന്മേനി എന്ന് പറയുന്നത്. അവിടേക്ക് എത്തണമെങ്കിൽ മേപ്പാടിയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇതിനിടയിൽ തന്നെ അത് വലിയ പ്രതിസന്ധിയാണ്. കാരണം വന്യജീവിയെ അതിനെ ട്രാക്ക് ചെയ്യാനോ മറ്റോ കാര്യങ്ങൾക്കൊക്കെ സമയം വൈകുന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തങ്ങ റേഞ്ചിന്റെ കീഴിലാക്കണം ഈ പ്രദേശം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട്, കാരണം പെട്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എത്താനുള്ള ഒരു നടപടി എന്ന് പറയുന്നത് മുത്തങ്ങ റേഞ്ചിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്നത്. നേരത്തെ ചീരാലിൽ കരടിയുടെ ശല്യം കൂടി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ചീരാലിലാണ് കരടി നിരന്തരം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൂട് സ്ഥാപിച്ചിട്ടും അത് കൂട്ടിൽ കയറാത്ത അവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ നെന്മേനി പുളിഞ്ചാലിൽ ഇത്തരത്തിലുള്ള സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി ക്രിസ്ത്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.